ഒരു പ്രത്യയശാസ്ത്രമെന്ന നിലയിൽ അറിയപ്പെടുന്ന ഫാഷിസം രൂപം കൊണ്ടതും അഭിവൃദ്ധിപ്പെട്ടതും 20-ാം നൂറ്റാണ്ടിലാണ്. യുദ്ധത്തെയും അക്രമങ്ങളെയും മഹത്വവൽക്കരിച്ച ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വേരുകൾ പക്ഷേ ചെന്നെത്തുന്നത് പുരാതനമായ സ്പാർട്ടയിലാണ്. 1-ാം ലോകമഹായുദ്ധത്തോടെ ലോകമൊട്ടാകെ പടർന്ന ഇത് പ്രത്യേകിച്ച് ജർമ്മനിയിലും ഇറ്റലിയിലും അധികാരത്തിൽ വന്നു. മാത്രമല്ല, ഇത് സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഫാഷിസം മൂലം ഈ നാട്ടിലെ ജനങ്ങൾ പൈശാചികവും ഭയാനകവുമായ അവസ്ഥകൾ നേരിട്ടു. ഫാഷിസ്റ്റ് സ്വേച്ഛാധിപതികളുടെയും ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും നിഷ്ഠൂരമായ കടന്നുകയറ്റം നിണമണിഞ്ഞ അക്രമങ്ങളുടെ ദിവസങ്ങളായി അക്കാലത്തെ മാറ്റി. രഹസ്യ പോലീസിന്റെയും ഫാഷിസ്റ്റ് സേനയുടെയും സഹായത്തോടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഭീകരതയുടെ കരിനിഴൽ പടർത്തിയ ഇവർ ജനങ്ങളെ തളർത്തി. മാത്രമല്ല, സമൂഹത്തിന്റെ ഏതാണ്ട് എല്ലാ തുറകളിലും, വിദ്യാഭ്യാസം മുതൽ സംസ്കാരം വരെ, മതം മുതൽ കലാരംഗം വരെ, സർക്കാർ സംവിധാനം മുതൽ സൈന്യ സംവിധാനം വരെ, അതോടൊപ്പം നയരൂപീകരണ കേന്ദ്രങ്ങൾ മുതൽ ജനങ്ങളുടെ സ്വകാര്യതകളിൽ വരെ ഫാഷിസം അടിച്ചേൽപ്പിക്കപ്പെട്ടു. അന്തിമമായി ഫാസിസ്റ്റുകൾ തുടക്കം കുറിച്ച 2-ാം ലോകമഹായുദ്ധം 55 ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമാകുകയും അങ്ങനെ അത് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ അതിഭീകരമായ അക്രമമായി മാറുകയും ചെയ്തു. ഈ ചലച്ചിത്രത്തിൽ ഫാഷിസത്തിന്റെ പരിചിതമായ കഥയോടൊപ്പം മറ്റു 2 കാര്യങ്ങൾ കൂടി നാം പരിശോധിക്കുന്നുണ്ട്. ഇതിലാദ്യത്തേത് ഫാഷിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഉത്ഭവം പുരാതന പാഗൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ എന്നതാണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഫാഷിസം ദൈവദത്തമായ മതങ്ങൾ നൽകിയ മൂല്യങ്ങൾക്കും മര്യാദകൾക്കും പകരം പാഗനുകളുടെ പ്രാകൃത ചിന്തകൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു. പുരാതന ഗ്രീക്ക് രാജ്യമായിരുന്ന സ്പാർട്ടയിൽ ആരംഭിച്ച് അവിടെ നിന്ന് ഇസ്ലാമിനു മുൻപുള്ള അറബ് രാഷ്ട്രങ്ങളിലേക്ക് വന്ന പാഗനുകളുടെ കാട്ടാളത്വം ഉയർത്തെഴുന്നേറ്റത് ഫാഷിസം മൂലമാണ്. ഫാഷിസവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത, 19-ാം നൂറ്റാണ്ട് മുതൽ ഇക്കാലം വരെ നിരവധി ആക്രമണ സ്വഭാവം പുലർത്തിയ തത്വശാസ്ത്രങ്ങൾക്ക് ലോകമൊട്ടാകെ അടിസ്ഥാനമായി വർത്തിച്ച പരിണാമശാസ്ത്രവുമായി അതിനുള്ള ബന്ധമാണ്. മനുഷ്യൻ വികാസം പ്രാപിച്ച മൃഗമാണെന്ന തരത്തിലുള്ള അബദ്ധജടിലമായ ധാരണകൾ മുന്നോട്ട് വെച്ച അശാസ്ത്രീയമായതും തെളിവുകളില്ലാത്തതുമായ ഒരു സിദ്ധാന്തമാണ് സത്യത്തിൽ ഡാർവിനിസം. പരിണാമ പ്രക്രിയയിൽ ചില മാർഗങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നും നിലനിൽപ്പിനു വേണ്ടി മരണം വരെയുള്ള പോരാട്ടം ജീവികൾക്കിടയിലുണ്ടെന്നും ഇതുമൂലം ശക്തരായവർ പിടിച്ചടക്കുമെന്നും അശക്തർ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്നുമുള്ള ചില ധാരണകൾ ശാസ്ത്രീയ തത്വങ്ങളായി അത് അവതരിപ്പിച്ചു. അങ്ങനെ ഇത് ഫാഷിസത്തിന്റെ അടിസ്ഥാന പ്രമാണമായി. നമുക്കിപ്പോൾ ഫാഷിസം എന്ന രക്തക്കറ പുരണ്ട പ്രത്യയശാസ്ത്രത്തിന്റെ ഭൂമുഖത്തെ എക്കാലത്തെയും ദുഷിച്ച കാട്ടാളത്വത്തിന്റെ ചരിത്രം മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. തൂൾ സമൂഹം. ആയിരത്തി 1918 അനവധി പ്രക്ഷോഭങ്ങളാണ് മ്യൂണിക് നഗരത്തിൽ അരങ്ങേറിയത്. 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനി ഉയർന്നുവരികയും അവിടെ ഒരു സാമൂഹ്യ പ്രതിസന്ധി രൂപപ്പെടുകയുമുണ്ടായി. ഈ പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെയുള്ള സായുധ വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. കേർട്ട് ഇസ്നർ എന്ന ജൂതവംശജനായ പത്രപ്രവർത്തകനും അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളായ അനുയായികളും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഒരു അട്ടിമറി നടത്തി. ലുഡ്വിഗ് മൂന്നാമനും കുടുംബവും നാടുകടത്തപ്പെട്ടു. ഈസ്നർ പുതിയ സർക്കാരിൽ പ്രധാനമന്ത്രിയായി. പക്ഷേ രക്തരഹിത വിപ്ലവത്തിലൂടെ നേടിയ ഭരണമാറ്റം ജർമ്മനിക്ക് സ്ഥിരത കൈവരുത്തുമെന്ന് സ്വപ്നം കണ്ടവരെല്ലാം നിരാശരായി. തൂൾ എന്നുപേരുള്ള ഒരു രഹസ്യ സമൂഹം പുതിയ സർക്കാരിന്റെ ആദ്യ ശത്രുവായി.
1918 റുഡോൾഫ് വോൺ സെബോട്ടൻഡോഫ് ആണ് തൂൾ എന്ന ഈ തികഞ്ഞ വർഗീയ സംഘടന സ്ഥാപിച്ചത്. സ്കാൻഡിനേവിയൻ പുരാണമനുസരിച്ചുള്ള ഇതിഹാസ സമാനമായ രാജവംശത്തിന്റെ പേരിൽ നിന്നാണ് തൂൾ എന്ന് ഈ സംഘടനയ്ക്ക് പേർ ലഭിച്ചത്. പുരാതന ജർമ്മൻകാർ ഈ നാട്ടിൽ നിന്നാണ് വന്നത്. തന്റെ വർഗീയ ആശയങ്ങൾക്കനുസരിച്ച് തൂൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് സെബോട്ടൻഡോഫിനെ സഹായിച്ചത് മിസ്റ്റിസിസത്തിന് സ്വയം സമർപ്പിച്ച മാഡം ബ്ലാവറ്റ്സ്കി, ഗൈഡോ വോൺ ലൈസ്റ്റ്, അഡോൾഫ് ലാൻസ് എന്നീ 3 പേർ ആയിരുന്നു. മാഡം ബ്ലാവറ്റ്സ്കി ജർമ്മൻകാരുടെ പിതാമഹന്മാരെന്ന് താൻ വിശ്വസിച്ചിരുന്ന ആര്യവംശക്കാർ ഉന്നത കുലജാതരാണെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ഇതനുസരിച്ച് മെസപ്പൊട്ടോമിയ സംസ്കാരവും പുരാതന ഈജിപ്ത് സംസ്കാരവും വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകമാകെ ഭരിച്ചിരുന്ന അറ്റ്ലാന്റിസ് എന്നൊരു സംസ്കാരമുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഉന്നത കുലജാതരും കുലീനരും ശുദ്ധവർഗക്കാരുമായിരുന്നെന്നും അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചത് കാരണം ഭൂമുഖത്തു നിന്ന് ഇവർ തുടച്ചു മാറ്റപ്പെട്ടതാണെന്നും ബ്ലാവറ്റ്സ്കി കരുതി. അവരുടെ വീക്ഷണത്തിൽ ഈ ദുരന്തത്തെ അതിജീവിച്ചവർ ലോകമൊട്ടാകെ വ്യാപിക്കുകയും ഇതുകാരണം ആര്യന്മാർ മറ്റ് വർഗങ്ങളുമായി ഇടപെടുകയുമുണ്ടായി. തന്റെ ഈ നിഗൂഢവാദത്തിന് തെളിവുകൾ തേടി ബ്ലാവറ്റ്സ്കി ടിബത്തിലെത്തുകയും ബുദ്ധ സന്യാസിമാരെക്കുറിച്ച് പഠിക്കുകയുമുണ്ടായി. ദ സീക്രട്ട് ഡോക്ട്രിൻ എന്ന തന്റെ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അവർ ചേർത്തിരിക്കുന്ന സ്വസ്തിക എന്ന ചിത്രം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ബ്ലാവറ്റ്സ്കിയെ പോലെ തന്നെയാണ് ഗൈഡോ വോൺ ലിസ്റ്റും ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബ്ലാവറ്റ്സ്കി പറഞ്ഞ ആര്യവംശത്തിന്റെ പിന്മുറക്കാരാണ് ജർമ്മൻ വർഗം. ലിസ്റ്റ് മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തി. ആര്യവംശത്തിന്റെ പരിശുദ്ധ